താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രമായിരുന്നു. ആയിട്ടില്ല, അത് വരാൻ പോണ പ്രശ്നം. അടുത്ത ഇലക്ഷന്റെ മുന്നേ അവർക്ക് കത്തിക്കാനുള്ള അടുത്ത പ്രശ്നം. ഇതിന്റെ പിന്നാലെ പോയിട്ട് തമ്മിൽ തല്ലുന്നതിന്റെ മുമ്പ് നമുക്ക് ഒരു പഠനം നടത്താം. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന BJP എന്ന ശക്തമായ പാർട്ടി, വളരെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പാർട്ടി BJP ആണ്. ആ പാർട്ടി ആദ്യമായിട്ട് ലോക്സഭാ ഇലക്ഷനിൽ നിന്നതും അന്ന് മുതൽ അവരുടെ മാർക്കറ്റിംഗും ഇന്ന് വരെ ഈ തേജോ മഹാലിൽ വരെ എത്തി നിൽക്കുന്ന കഥകൾ, ഒരു 32 വർഷത്തെ കഥകളൊന്ന് പറഞ്ഞു നോക്കാം. 1984 ഏപ്രിൽ മാസത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനം ഉണ്ടാക്കി. ജൂണിൽ രാം ജന്മഭൂമി മുക്തി യോജന സമിതി അതുണ്ടാക്കി. ഡിസംബറിൽ ലോക്സഭാ ഇലക്ഷൻ 2 സീറ്റ് BJPക്ക്. ബാബരി മസ്ജിദ് നിൽക്കുന്നത് രാമന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് ബാബരി മസ്ജിദ് പൊളിക്കണമെന്നും അവിടെ രാമക്ഷേത്രം പണിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് സീൻ സ്റ്റാർട്ടാക്കിയത്. മസ്ജിദ് ആണല്ലോ, ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അങ്ങനെ പൂട്ടിയിട്ടതാണ്. 86 പൂട്ട് തുറന്നു, 89 ശിലാന്യാസം നടത്തി, 89 നവംബറിലെ ഇലക്ഷൻ 85 സീറ്റ്. വളർച്ച ഉണ്ടോ? ഈ പറഞ്ഞ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോയത് അത്ര സിമ്പിളൊന്നുമല്ല. അത് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതാണ് ആ 2 സീറ്റിൽ നിന്ന് 85 സീറ്റിലേക്കുള്ള വളർച്ച. 90 അദ്വാനിന്റെ രഥയാത്ര, അതിൽ അദ്വാനിന്റെ അറസ്റ്റ്, കരസേവക പ്രക്ഷോഭം, അതിലൊക്കെ പാട് അങ്ങോട്ട് BJP വളർന്ന് 91 അടുത്ത ഇലക്ഷൻ 120 സീറ്റ്. 92 ബാബരി പൊളിച്ചു, 92, 93 മുംബൈ കലാപങ്ങൾ. ഈ ബാബരി പൊളിച്ചതിന്റെ പേരിലുണ്ടായ ഇന്ത്യയിൽ മുഴുവൻ ഇഷ്ടംപോലെ കലാപങ്ങൾ. എത്ര പേര് മരിച്ചെന്നുള്ള എണ്ണം തന്നെ പലതരം കണക്കുകൾ. 93 മുംബൈ സ്ഫോടനങ്ങൾ, അതും ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സാധനമാണ്. ഇന്ത്യ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുസ്ലിങ്ങളാണല്ലോ, ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളാണല്ലോ. നടന്നിട്ടുള്ള ഓരോ തീവ്രവാദി ആക്രമണങ്ങളും അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ ഇതൊക്കെ കണക്റ്റഡ് ആണ്. 96 അടുത്ത ഇലക്ഷൻ 161 സീറ്റ്, ഏറ്റവും വലിയ ഒറ്റകക്ഷി. 97 പിരിച്ചുവിട്ട് 98 വീണ്ടും ഇലക്ഷൻ 182 സീറ്റ്. 2002 ഗോദ്ര ട്രെയിൻ തീപിടുത്തം, ഇതിന്റെ പിന്നാലെയാണ് ഗുജറാത്ത് കലാപം, ഭീകരമായ വർഗീയ ആക്രമണം. മുസ്ലിങ്ങളടക്കം ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ഒരുപാട് പേര് നാട് വിട്ടു പോവുകയും ചെയ്തു. അതിന്റെ ചരിത്രം സിനിമയിലടക്കം നമ്മൾ വൃത്തിക്ക് കണ്ടതാണ്. സൈറ ബാനുവിനൊക്കെ ഓർമ്മയില്ലേ? അതിന്റെ പശ്ചാത്തലത്തിൽ നാടിങ്ങനെ കത്തിക്കരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2004 വീണ്ടും ഇലക്ഷൻ 138 സീറ്റ്. വളർച്ച മനസ്സിലാക്കണം. 2006 മലേഗാവ് സ്ഫോടനം, 2008 വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം തീവ്രവാദികളുടെ. 2009 ഇലക്ഷൻ 116 സീറ്റ്, ലേശം കുറഞ്ഞ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനുള്ള അടുത്ത പരിപാടികൾ. 2013 UP മുസഫർ നഗർ കലാപം, ലക്ഷ്യബോധത്തോടു കൂടി നാടിനെ കുട്ടിച്ചോറാക്കിയ പരിപാടി. 2014 ഇലക്ഷൻ 282 സീറ്റ്, ഭരണം കിട്ടി. ഭരണത്തോടു കൂടി നടന്നിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. കണ്ടിന്യൂ. 2018 ഇന്ത്യയിൽ പല നാടുകളിൽ കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം വർഗീയ കലാപങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പാടി പറഞ്ഞ് പഠിച്ച നമ്മൾ തോളിൽ കയറ്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ച നമ്മുടെ ഉള്ളിലേക്ക് ഹിന്ദു മുസ്ലിം സാധനം കുത്തിവെച്ച് സ്വന്തം സുഹൃത്തിനെ, സ്വന്തം സഹോദരനെ തന്നെ വെട്ടുന്ന സീനിലേക്ക് നമ്മൾ മാറി. 19 CAA, NRC, ഈ ഹിന്ദു മുസ്ലിം സംബന്ധിച്ചിട്ടുള്ള 1 by 1 കാര്യങ്ങൾ ഓരോന്ന്. വേറെ ഉള്ള ഒരു ട്രെൻഡും ഇല്ല, ഇതാണ് ട്രെൻഡ്. അതേ 2019 അയോധ്യ ഭൂമി തർക്കം തീരുമാനമാണ്. ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നിടത്തുനിന്ന് പൊളിച്ചു മാറ്റിയ ആ സ്ഥലത്ത് രാമക്ഷേത്രം പണിയാനുള്ള വിധി കോടതിൻ്റെ വരിക. പള്ളി ഉണ്ടാക്കാൻ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലം. അതേ 2019 തന്നെ അടുത്ത ഇലക്ഷൻ വരിക 303 സീറ്റ്. 2020 CAA പ്രതിഷേധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പല സ്ഥലങ്ങളിലും ചെറിയ കലാപങ്ങൾ നാട് നിറയെ. 21 തബ്ലീഗ് ജമാഅത്ത് സംബന്ധിച്ച് കോവിഡ് കാലത്തുണ്ടായ വിവാദങ്ങളും വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ പ്രചാരണവും, ഹിജാബ്, ഹലാല്, അങ്ങനെയൊക്കെ അറബിയൊക്കെ കുത്തിക്കെറ്റി ഈ മുസ്ലിം വിരുദ്ധത, ഹിന്ദു മുസ്ലിം വർഗീയത, അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് നിരോധനം മുതൽ പലതരം നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. 22 നുപൂർ ശർമ്മന്റെ പ്രവാചക പരാമർശം, അതും ബന്ധപ്പെട്ടിട്ട് രാജ്യം മുഴുവൻ പ്രതിഷേധം, അന്താരാഷ്ട്ര വിവാദം. 2023 ഹരിയാനയിലെ നൂഹ് കലാപം, മതപരമായ ഘോഷയാത്രത്തിന്റെ ഇടയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ട് തുടർന്ന് മുസ്ലിം പ്രദേശങ്ങളിലെ നടപടികളെക്കുറിച്ച് വലിയ വിവാദം. 24 പല സംസ്ഥാനങ്ങളിലും മതഘോഷയാത്രകൾ, പള്ളി ക്ഷേത്ര തർക്കങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണ പ്രശ്നങ്ങൾ, ഈ പള്ളിയും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ഇങ്ങനെ പള്ളി പൊളിക്കുക, അമ്പലം പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണം, അതൊക്കെ ബന്ധപ്പെട്ട് വർഗീയ സംഘർഷങ്ങൾ. CSSന്റെ നിരീക്ഷണ പ്രകാരം 2024 59 കമ്മ്യൂണൽ റൈറ്റ്സ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 കഴിഞ്ഞത് ലോക്സഭ സീറ്റ് 240. 25 പഹൽഗാം ഭീകരാക്രമണമാണ്. എന്നാലും അതിന്റെ മുകളിൽ പലതരം ചർച്ചകളാണ് നടക്കുന്നത്. ഞാനിങ്ങനെ അടുത്തത് എന്താണ് വരാൻ പോകണമെന്ന് ആലോചിച്ച് നിൽക്കരുന്നു. ഇതാ വന്ദേ മാതരത്തിന്റെ മുകളിൽ വരെ കൈവച്ചിരിക്കുന്നു. 26 ഓഗസ്റ്റ് 15 വന്ദേ മാതരം 5 സ്റ്റാൻസ പാടാൻ കുറച്ച് ആൾക്കാർ മസിൽ പിടിച്ച് നിൽക്കുന്നു. 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു. എന്നിട്ട് ഈ പതാക ഉയർത്തിയ സമയത്ത് 5 സ്റ്റാൻസ നിന്നിട്ട് വന്ദേ മാതരം ഒരു ടീം പാടുന്നു. തൊട്ടപ്പുറത്ത് ഭയങ്കര സൗണ്ടിൽ ജനഗണമന പാടുന്നു, ദേശീയഗാനം പാടുന്നു. ഈ 2 ടീമും വന്ദേ മാതരത്തിനും ജനഗണമനും
കളിയാക്കുന്ന പരിപാടിയല്ലേ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് വൃത്തിക്ക് അറിയാം. 4ാമത്തെ സ്റ്റാൻസയിൽ കിടക്കുന്നത് ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവിനെ പറ്റിയിട്ടൊക്കെ ഇന്ത്യയിൽ ഉപമിച്ച് 1ാമത്തെ 2ാമത്തെ വരികളിൽ ഈ ഭംഗിനെ പറ്റിയിട്ടൊക്കെ പറയും. പിന്നെ അതിന് ഒരു ദുർഗാദേവിനെ ശക്തിയായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര കാവ്യാത്മകമായിട്ട് പറഞ്ഞ സാധനങ്ങളാണ്. അതിലോ ഹിന്ദുവിലുള്ള ദൈവങ്ങളുടെ പേരുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റാൻസ് കിട്ടുമ്പോൾ അത് കയറ്റി വെക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ അത് പാടൂല. അടുത്തത് ഇനി നമ്മൾ കാണാൻ പോകുന്ന നാടകം, അതായത് മീഡിയാസ് മൊത്തം റെഡിയായി നിൽക്കുകയാണ്. അടുത്തത് എന്താണ് സാറേ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് തേജോ മഹാലിന്റെ പിന്നാലെ ഇപ്പം നമ്മൾ പോകണം, നമ്മൾ കുറേ നാടകങ്ങൾ കാണണം. പിന്നത്തെ കാര്യം എന്താണെന്നറിയോ, വൃത്തിക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട് അതിലൊക്കെ പോയി നിങ്ങൾക്ക് ഇത് പഠിക്കാം. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ക നാടകമാണ്. ഇനി അടുത്തത് തേജോ മഹാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കുക. ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ആ ഹിന്ദുസിനെ ഒരു ഭാഗത്ത് കൂട്ടി, ഹിന്ദു ഖത്തറേമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കൂട്ടി ആ ടീമിന്റെ വോട്ട് മൊത്തം വാങ്ങിയിട്ട് നമ്മളെ നാടിനെ കോർപ്പറേറ്റ്സിന് ഇങ്ങനെ എഴുതി കൊടുക്കുക, പണയം വെക്കുക. എന്നിട്ട് ഇവരിങ്ങനെ സുഖിച്ചിങ്ങനെ ജീവിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ള ജനറേഷന് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ കേട്ട് BJP ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ മോനെ എന്നും ചോദിച്ച് കമന്റിൽ വരുന്ന ആൾക്കാരോട്, ഒരുപാട് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഒരുപാട് യോജനകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോർപ്പറേറ്റ്സിന് കുറേ എഴുതി കൊടുത്തതും പണയം കൊടുത്തതും ഒരുപാട് കഥകളുണ്ട്. 1 by 1 ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം.